ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ പുതിയ ഒരു നല്ല എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധി പോലീസിനോട് പറയാണ്, സുധിയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുത്ത ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കുകയാണ്. ഈ പൈസ കിട്ടിയതിന് ശേഷമാണ് നീലിമ ഇവിടെ നിന്ന് കാനഡയിലേക്ക് എസ്കേപ്പ് ആയതെന്ന് സുധി പറയാണ്. അപ്പോൾ നീലിമ പറയാണ്, സുധി പറഞ്ഞിട്ടാണ് ഞാൻ കാനഡയിലേക്ക് പോയത്, കുറച്ച് കഴിഞ്ഞ് സുധി അങ്ങോട്ട് തിരിച്ചു വരാമെന്ന് പറയാണ്. അപ്പോൾ സുധി എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെയല്ല സാറ്, അങ്ങനെയല്ല പറഞ്ഞത് എന്നൊക്കെ പറയാണ്. നീലിമയെ വഞ്ചിച്ചത് സുധിയാണ് എന്ന് പറയാണ്. അപ്പോൾ സുധി പറയുന്നുണ്ട്, അങ്ങനെ വഞ്ചിക്കാനാണെങ്കിൽ എൻ്റെ പണം കൊടുത്ത് ഞാൻ അവളെ കാനഡയിലേക്ക് വിടുമോ എന്ന് പറയാണ്. പിന്നീട് സുധി പറയാണ്, എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് ഇവൾ കാനഡയിലേക്ക് കടന്നു കളഞ്ഞതാണ് സാർ എന്ന് പറയാണ്. ശേഷം സ്റ്റേഷനിൽ വിഷമിച്ചിരിക്കുന്ന രേവതിയെ സച്ചി വിളിക്കുകയാണ്. എന്നിട്ട് സച്ചിയോട് എല്ലാ വിഷമങ്ങളും രേവതി ഫോണിൽ കൂടി സംസാരിക്കുകയാണ്. രേവതി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയാണ്, സച്ചിയേട്ടാ ഇത് എനിക്കറിയില്ലായിരുന്നു, നോ പാർക്കിംഗ് ഏരിയ ഞാൻ കണ്ടില്ല, ഇനി എൻ്റെ വണ്ടി എനിക്ക് തിരിച്ച് കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കരഞ്ഞ് നിലവിളിക്കുകയാണ് രേവതി. അങ്ങനെ നീലിമയുടെ അഡ്വക്കേറ്റ് വരികയാണ്. വന്നിട്ട് സുധിയോട് പറയുന്നുണ്ട്, സുധി ഒപ്പിട്ട ഫോം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ആ ഫോം പോലീസിനെ കാണിക്കുകയാണ് വക്കീൽ. എന്നിട്ട് ശ്രുതി രഹസ്യമായി ശ്രുതിയോട് ചോദിക്കുകയാണ്, ശ്രുതി ഇങ്ങനെ ഒരു സൈൻ ചെയ്ത് കൊടുത്തിരുന്നോ എന്ന്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫോമാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന്, ഇത് ചതിയാണ് എന്ന് പറയാണ്. ഒടുവിൽ രേവതി പറഞ്ഞതനുസരിച്ച് സച്ചി സ്റ്റേഷനിൽ എത്തുകയാണ്. സ്റ്റേഷനിലാണെങ്കിൽ നീലിമയും ശ്രുതിയും കൂടി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിൽക്കുകയാണ്. നീലിമ പറയാണ്, ഞാൻ ഒരിക്കലും ആ പൈസ കൊടുക്കില്ല എന്ന്, എൻ്റെ കോമ്പൻസേഷൻ ആണ് ആ പൈസ എന്ന് പറയാണ്. സച്ചി സ്റ്റേഷനിൽ വന്ന് രേവതിയെ കാണുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇതൊന്നും നിനക്കറിയില്ലേ, നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നിനക്ക് അറിയുന്നതല്ലേ, നീ ഒരിക്കൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഓട്ടോ അതേമാതിരി നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് നീ പൈസ കിട്ടിയില്ലേ എന്നൊക്കെ പറയാണ് സച്ചി. അപ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് പറയാണ്, ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതി പറയാണ്, വണ്ടിയിൽ നിറച്ച് പൂക്കളുള്ളതാ, അതൊക്കെ വാടിപ്പോകുമെന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവിടെ ഫൈൻ അടച്ചാൽ കിട്ടുമോ എന്നറിയില്ല, ഇനി കോടതിയിൽ പോകണമെന്നോ എന്നൊക്കെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രേവതി ആണെങ്കിൽ ആകെ ടെൻഷനായി. രേവതി പറയാണ്, ഈശ്വര ഇത് എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ്, സച്ചിയേട്ടൻ എനിക്ക് സ്നേഹത്തോടെ വാങ്ങിത്തന്ന വണ്ടിയാണ് എന്നൊക്കെ പറയാണ്. ഒടുവിൽ സച്ചി പറയാണ്, നിങ്ങൾ വാങ്ങിത്തന്ന വണ്ടി എന്നൊന്നും ഇങ്ങനെ എപ്പോഴും പറയണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. രേവതിയുടെ മണ്ടത്തരം കാരണം കിട്ടാനുള്ള വണ്ടി കിട്ടാതെ നിൽക്കുകയാണ് സച്ചിക്ക്. സച്ചിയും രേവതിയും കൂടി എങ്ങനെയെങ്കിലും ആ വണ്ടി സ്റ്റേഷനിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്